എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നതിന് സിനഡിൻ്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി രൂപതയുടെ മെത്രാപ്പൊലീത്ത ആയിട്ടുള്ള ഇപ്പോഴത്തെ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ എറണാകുളം അതിരൂപതയുടെ ചാർജ് വിക്കർ ഓഫ് ദ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ കൈമാറി. ഞങ്ങൾ ആ കൈമാറ്റ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും പാമ്പ്ളാനി പിതാവിന് സംസാരിക്കുന്നതാണ്. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇന്നലെ സമാപിച്ച സിനഡ് തീരുമാനിച്ചത്. തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപത വഴി സഭയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി നമുക്കറിയാം. അതുപോലെ തന്നെ സഭയുടെ തീരുമാനങ്ങൾ അവരെ വേദനിപ്പിച്ചതായി അവർ ചിന്തിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെയും ശാന്തവും സൗമ്യവുമായ രീതിയിൽ പരിഹരിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് സിനഡ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ചെയ്യാൻ ഞാൻ പരമാവധി സന്നദ്ധനാണ് താനും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് ഇതാണ്. ഒന്നാമതായി, ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് പ്രായോഗികമായി കുറേ ബുദ്ധിമുട്ടുകൾ ഈ എറണാകുളം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും അൽമായ നേതാക്കളും സിനഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ 1 തീയതി ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയുണ്ടായി. അതായത് തീരുമാനങ്ങളിൽ മാറ്റമില്ല, പക്ഷേ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ്. ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മാറ്റമില്ല. അപ്രകാരം ഈ ഒരു നിലപാട് അത് എന്നത്തേക്കാണത് മാറ്റാൻ പറ്റുക എന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് എന്നേക്കുമായി അടഞ്ഞു പോയതോ മുറിഞ്ഞു പോയതോ ആയൊരു വിഷയമായിട്ടോ ബന്ധമായിട്ടോ മനസ്സിലാക്കേണ്ടതില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയെ കേൾക്കാനും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാനും സിനഡ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നിയോഗമാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ നിർബന്ധിതനാണ് താനും. അത് ചെയ്യാനുള്ള എൻ്റെ സന്നദ്ധത ഞാൻ സിനഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്.